നമുക്കിവിടെ വരുന്ന ആൾക്കാരെല്ലാം നമ്മളെ സഹോദരങ്ങളും മക്കളും അങ്ങനെയാണ് നമ്മളെ പോക്ക്. ഇവിടെ വരിക, സ്വന്തമായിട്ട് ഇല എടുക്കുക, സ്വന്തമായിട്ട് തന്നെ ഭക്ഷണം കറികളൊക്കെ വിളമ്പി കഴിക്കുക, ആവശ്യത്തിന് കഴിക്കാം. അൺലിമിറ്റഡ് ആണ്. മീൻ തന്നിരുന്നാലും അമ്മച്ചി അത് മതി വരത്തില്ല. 2 മീൻ തന്നാലും വീണ്ടും ഇച്ചിരി പൊടിയൂടെ, ഇച്ചിരി നൊത്തോലിയുടെയോ ഇച്ചിരി പൊടിയോ ഇതൊക്കെ എങ്ങെടുത്ത് തരികയാണ്. വെളിയിൽ ഇത് ഗായത്രി ഹോട്ടലെന്ന് വെച്ചേക്കുന്നെങ്കിലും യഥാർത്ഥത്തിൽ ഈ ഹോട്ടലിൽ ഇടാൻ നിറവ് എന്നാണ് ഇടേണ്ടത്. കാരണം ഇവിടെ വന്ന് കഴിക്കുന്നവർക്ക് നല്ല നിറവാണ് എന്ത് കാര്യമായിരുന്നാലും. ഈ പറഞ്ഞു കേട്ടില്ലേ, എല്ലാവർക്കും ഒറ്റ വാക്കേ ഉള്ളൂ. അത് സീതാമ്മയുടെ കടയിൽ ചെന്നാൽ വേണ്ടുവോളം എടുത്ത് കഴിക്കാം, നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് കഴിക്കും പോലെ. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ എവിടെയെല്ലാം സ്ഥലം എല്ലാം കൃത്യമായി പറയാം. കണ്ടില്ലേ നമ്മുടെ സ്വന്തം ഗായത്രി ഹോട്ടൽ. അമ്മ എന്നാ ഉണ്ട്? തന്നെ തിരക്കിലായിരിക്കും അല്ലേ? തിരക്കിലാണ്. അമ്മ എത്ര കൊല്ലായി തുടങ്ങിയിട്ട്? ഞാൻ തുടങ്ങിയിട്ട് 10-50 കൊല്ലം കൂടുതൽ വരും. ഇവിടെ തുടങ്ങിയിട്ട് 10 വർഷമായി. ഈ ഉച്ചയ്ക്ക് ഊണ് മാത്രം? ഉച്ചയ്ക്ക് ഊണ് മാത്രം. എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും നമ്മള്? 12 മണിയാകുമ്പോൾ ഊണെല്ലാം റെഡിയാവും. 4 മണി 5 മണിയാകുമ്പോൾ തീരും. പിന്നെ എല്ലാം ഒരുക്കി പറക്കിയിട്ട് വീട്ടിൽ പോകും. നമ്മുടെ മെയിൻ പടയാളി. അതെ. നമുക്ക് എന്തൊക്കെയാ സൈഡ് ആയിട്ടുള്ള ഐറ്റംസ്? അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല. അമ്മയ്ക്ക് തോന്നുന്നുണ്ടാക്കുമ്പോൾ എന്താണ് എനിക്ക് തോന്നുന്നത് ആ സാധനം ഞാൻ അന്ന് ഉണ്ടാക്കും. നമ്മുടെ വീട്ടിൽ അമ്മമാരുണ്ടാക്കും പോലെ. അമ്മമാരുണ്ടാക്കും പോലെ. ഇവിടെ വരുമ്പോൾ ഞാൻ ഇവിടെ ഉള്ള എല്ലാവർക്കും ഞാൻ കൂടെ വിളമ്പി കൊടുക്കും. സന്തോഷത്തിന്. കാരണം അതിന് ആ സ്വാതന്ത്ര്യം അമ്മ തന്നേക്കണം. എല്ലാത്തിനും ചിരിയാ, എന്ത് പറഞ്ഞാൽ ചിരിക്കും. ഈ ഫുൾ ടൈം ചിരിച്ചോണ്ടിരിക്കയോ? പിന്നെ അല്ലാതെ ഊണ് കൊടുക്കുന്ന സമയല്ലേ, അപ്പൊ ആൾക്കാർ വരുമ്പോ അവരോട് സന്തോഷമല്ലേ വലുത്. അതാണ്. അപ്പൊ ഇങ്ങനെ ചിരിച്ചോണ്ട് ചോറ് വിളമ്പൂല്ലേ? എല്ലാരും സ്വന്തമായിട്ട് വിളമ്പി കഴിക്കും. അമ്മ മീൻ മാത്രമേ വിളമ്പി കൊടുക്കുള്ളൂ? മീൻ മാത്രമേ കൊടുക്കുള്ളൂ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അവരും അതും എടുത്ത് കഴിച്ചോളാം. ഇതെങ്ങനെയാ ഡെയിലി ഒരേ മീൻ അല്ലെങ്കിൽ ഡെയിലി മാറുമോ? മാറി വരും. ഒരു ദിവസം ഒരു മീനാണെങ്കിൽ പിറ്റേ ദിവസം വേറെ ഒരു മീൻ. ഇറച്ചി കാണും, പായസം കാണും. ഇറച്ചി ഉണ്ടാക്കാറുണ്ടോ? ഇറച്ചി വയ്ക്കും. എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ദിവസവും വയ്ക്കില്ല. വല്ലപ്പോഴേക്കൊക്കെ മീനൊക്കെ കുറവാണെങ്കിൽ ഇറച്ചി വയ്ക്കും. നമുക്ക് എന്തൊക്കെയാ സൈഡ് ആയിട്ടുള്ള ഐറ്റംസ്? സാമ്പാറും പുളിശ്ശേരി, പിന്നെ മീൻകറി അതെന്നും കാണും. പുളിശ്ശേരി, സാമ്പാർ, പിന്നെ രസം, പരിപ്പ് ഇത്രയും കാണും. പിന്നെ അവിയൽ, തോരൻ, കിച്ചടി, അച്ചാർ. ഇതെല്ലാം കൂടി ആയിട്ട് 60 രൂപ മുതലാവുമോ? മുതലാവൂല, കൊടുക്കും. ഇല വെട്ടി ക്ലീനാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇല എടുത്ത് കൊണ്ടുവരിക. ഒന്നും എടുത്തിന് ആരും വരില്ല, ഒക്കെ സ്വന്തമായി എടുത്തു കൊണ്ടുവരണം. ചോറ് അപ്പുറത്തുണ്ട്. ചോറേ മീൻ്റെ പൊടി, ഈ പൊടിയും ഇവിടുത്തെ അതിൻ്റെ ഹൈലൈറ്റാണ്. ആ പൊടിയും കൂട്ടി കുഴച്ച് മക്കളെ നമ്മളെ എക്സാക്ട് ലൊക്കേഷൻ പറഞ്ഞാൽ കഴക്കൂട്ടം കഴിഞ്ഞ് വരുമ്പം നമ്മുടെ സ്റ്റുഡിയോ ഉണ്ട്. സ്റ്റുഡിയോ നേരെ ഓപ്പോസിറ്റാണ് ഗായത്രി ഹോട്ടൽ. സീതാമ്മയുടെ കട ചോദിച്ചാൽ എല്ലാവരും പറഞ്ഞു തരും. ഇടിവെട്ട് എന്ന് പറഞ്ഞാൽ ഇടിവെട്ടും എല്ലാം ഒന്നിനൊന്നിന് മെച്ചമാണ്. നമ്മുടെ വീട്ടിൽ അമ്മ നമ്മളെങ്ങനെയാണ് നോക്കുന്നത് അതുപോലെ തന്നെ സ്വന്തം മക്കളെ പോലെ എടാ മോനെ കഴിക്കട എന്നൊക്കെ പറഞ്ഞ് കഴിപ്പിക്കും. വന്നപ്പോൾ ആദ്യം അമ്മ പറഞ്ഞു നീ കഴിച്ചിട്ട് ബാക്കി ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പം സംഗതി ജോറാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ ബൈ. ഓക്കെ, സി യു.